ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ചെറുപയർ കൊണ്ടുണ്ടാക്കുന്ന ഹൽവയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 250 ഗ്രാം ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 5-6 മണിക്കൂർ നേരം ഇതൊന്ന് കുതിർന്ന് കിട്ടണം. ഇപ്പം നമ്മുടെ പയർ കുതിർന്നിട്ടുണ്ട്. 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ പയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകട്ടെ. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റൗ എപ്പോഴും മീഡിയത്തിലായിരിക്കണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പയർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യും പയറും നമ്മുടെ റവയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണെങ്കിലും നല്ലതാണ്. ശർക്കര ആകുമ്പോൾ നല്ല ബ്രൗൺ കളറായി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഒന്നത് സ്റ്റീൽ പാത്രമായത് കാരണം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കൈ മാറാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനൊരു 1/2 ലിറ്റർ പാല് നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച പാല് ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തണുത്ത പാൽ ഒഴിക്കുകയാണെങ്കിൽ കാച്ചാതെ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഈ പാലെല്ലാം ഒന്ന് വറ്റി നല്ല കുറുകി വരണം. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. ഇതെല്ലാ പേരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് പോയപ്പോഴും കൊണ്ടുപോയതിൽ ചെറുപയർ ഹൽവയും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റൗ സിമ്മിലും മീഡിയത്തിലും ആക്കി വെച്ചതിന് ശേഷം വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് വരണ്ട് നെയ്യ് തെളിഞ്ഞ് വരും. നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് വിട്ട് വരും. ആ സമയമാണ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിൽ കളറൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഗ്രീൻ കളർ ചേർക്കാം. ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ല പച്ച കളറിലിരിക്കും. നമുക്കത് വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്.
ഇപ്പം നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അറ്റത്ത് കണ്ട നെയ്യിൻ്റെ ആ ഒരു നെയ്യൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ പരുവായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ സമയമായി. നമ്മുടെ അങ്ങനെ ചെറുപയർ ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളതാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.